വളരെ റാഹത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരുന്ന പല കുടുംബങ്ങളും ഈ രണ്ട് സന്തോഷവേളകളങ്ങ് കഴിഞ്ഞാൽ പിന്നെ താളം തെറ്റിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അങ്ങ് തകർന്നു പോകുന്നത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടെ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ നമ്മളൊരു ഭവനം നിർമ്മിച്ച് അതിൽ നമ്മൾ ആദ്യ ദിവസം നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും നമ്മളുമായി ഏറ്റവും അടുത്ത എല്ലാവരെയും നമ്മൾ അതിലേക്ക് വിളിച്ചുകൂട്ടും. നല്ല സന്തോഷത്തോടുകൂടെ അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ നൽകി നല്ല റാഹത്തോടുകൂടെ നമ്മളങ്ങ് പിരിഞ്ഞു പോകും. ആ പിരിഞ്ഞു പോയതിൻ്റെ ശേഷം അവിടുന്ന് അങ്ങോട്ടുള്ള നാളുകളിൽ ഒരു നിലക്കും നമുക്ക് ഉയരാൻ സാധിക്കാതെ വരിക, ആ വീട്ടിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയാതെ വരിക. അന്ന് മുതൽ അവിടുന്ന് അങ്ങോട്ട് സാമ്പത്തികമായും ശാരീരികമായും നമ്മൾ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, ഒരു നിലക്കും നമുക്കങ്ങ് ഉയരാൻ സാധിക്കാതെ വരിക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കല്യാണം നമ്മൾ നല്ല സന്തോഷത്തോടെ റാഹത്തോടെ നമ്മൾ നടത്തി കൊടുക്കും. അതിലേക്ക് നമ്മുടെ കൂട്ടുകാരെയും ബന്ധങ്ങളെയും എല്ലാവരെയും നമ്മൾ വിളിക്കും. നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകും. ഒരുപാട് തമാശകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് വളരെ റാഹത്തോടുകൂടെ നമ്മൾ പിരിയും. ഈ രണ്ട് കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ നടത്തുന്നതാണ്. ഇതിൽ വരുന്ന ആളുകൾ, ഇവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ, അവരിൽ നിന്ന് നമുക്കേൽക്കുന്ന കണ്ണേറ് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉയരാൻ സാധിക്കാതെ വരുന്നത്, മക്കളിൽ കലഹങ്ങൾ സംഭവിക്കുന്നത്, ആ വീടുകളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള വീടുകളിൽ ഈ കണ്ണേറ് ബാത്തിലാകാൻ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും നമ്മുടെ മജ്‌ലിസിലൂടെ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇസ്മിനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആ നടത്തിക്കൊടുത്ത വ്യക്തിയിൽ സാമ്പത്തികമായോ ശാരീരികമായോ വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ആ കണ്ണേറ് പോലെയുള്ള വലിയ വലിയ വിപത്തുകൾ അവനിൽ നിന്ന് ബാത്തിലാകാൻ വേണ്ടി ഇൻഷാ അള്ളാഹ് ഈ മജ്‌ലിസിൽ നിന്ന് നൽകുന്ന ഈ ഏലസിനെ നമ്മൾ ധരിക്കുക. ഇത് ധരിക്കുന്നവരിൽ ഒരിക്കലും കണ്ണേറ് നിലനിൽക്കുകയില്ല, അതുപോലെ തന്നെ കണ്ണേറ് ബാധിക്കുകയുമില്ല. ബാധിച്ചുപോയ എല്ലാ കണ്ണേറുകളും ബാത്തിലായി പോവുകയും ചെയ്യും ഇൻഷാ അള്ളാഹ്. കണ്ണേറ് ഇങ്ങനെ ബാധിക്കുന്ന വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് ഇൻഷാ അള്ളാഹ്. നമ്മുടെ മുമ്പ് കഴിഞ്ഞ മജ്‌ലിസുകളിൽ നമ്മൾ അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണേറ് പോലെയുള്ള സിഹർ പോലെയുള്ള വലിയ വലിയ വിപത്തുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.